നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനത്തിൽ വ്യാഴാഴ്ച വലിയ കുറവ് രേഖപ്പെടുത്തി. 593 പേരിൽ മാത്രമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 6 മാസത്തിനിടയിലെ ഏറ്റവും കുറവ് പ്രതിദിന കണക്കാണിത്. രോഗമുക്തരായവരുടെ എണ്ണം ഉയർന്ന് 1203 ആയിരിക്കുന്നു. ആകെ രോഗബാധിതരായ 3,28,144 പേരിൽ 3,72,077 പേരും സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടു. UAE കോവിഡ് രോഗികളുടെ എണ്ണം 700 കടന്നിരിക്കുന്നു. പുതുതായി 786 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. 661 പേരാണ് രോഗമുക്തി നേടിയിരിക്കുന്നത്. പുതിയ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആകെ രോഗബാധിതരുടെ എണ്ണം 82,568 എത്തിയിരിക്കുന്നു. ഇതിൽ 72,117 പേരാണ് ആകെ രോഗമുക്തി നേടിയിരിക്കുന്നത്. ആകെ മരണം 402. നിലവിൽ 10,049 പേർ ചികിത്സയിലുണ്ട്. 93,000-ഓളം പുതിയ കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് പൂർത്തിയാക്കിയത്. ഒമാനിൽ 13 പേർ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചിരിക്കുന്നു. ആകെ മരണം ഇതോടെ 818 എത്തിയിരിക്കുന്നു. 557 പേരിൽ കൂടി രോഗബാധ കണ്ടെത്തി. ആകെ രോഗികളുടെ എണ്ണം 91,753 ആയിരിക്കുന്നു. ഇതിൽ 285 പേർക്ക് കൂടി പുതുതായി രോഗമുക്തരായതോടെ ആകെ ഭേദമായവരുടെ എണ്ണം 84,648. 92% രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക്. നിലവിൽ 506 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അതിൽ 180 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ. ബഹ്റൈനിൽ 841 പേർക്ക് രോഗവും 613 പേരിൽ രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 3 പേർ കൂടി മരണപ്പെട്ടതോടെ ആകെ മരണം 216 ആയിരിക്കുന്നു. 55,444 പേരാണ് ഇതുവരെ രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. നിലവിൽ 6,824 പേർ ചികിത്സയിലുണ്ട്. ഇവയിൽ 38 പേരുടെ നില അതീവ ഗുരുതരമാണ്. കുവൈറ്റിൽ 825 പേരിലാണ് രോഗബാധ കണ്ടെത്തിയത്. ആകെ രോഗികളുടെ എണ്ണം 97,824. 4 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 757 ആയിരിക്കുന്നു. വന്ദേ ഭാരത് പദ്ധതിയിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾക്ക് ദുബായ് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. കോവിഡ് രോഗിയെ യാത്ര ചെയ്യാൻ അനുവദിച്ചതിനെ തുടർന്നാണ് നടപടി. വിലക്കിനെ തുടർന്ന് ദുബായിലേക്ക് തിരിച്ചുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ ഷാർജയിലേക്ക് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. ഇന്നു മുതൽ 15 ദിവസത്തേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾക്ക് ദുബായിലേക്കോ ദുബായിൽ നിന്ന് പുറത്തേക്കോ സർവീസ് നടത്താൻ സാധിക്കില്ല. കോവിഡ് പോസിറ്റീവ് ഫലം ഉണ്ടായിരുന്നിട്ടും യാത്രക്കാരെ യാത്ര ചെയ്യാൻ അനുവദിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. വിശുദ്ധ നഗരമായ മക്കയിലെ മലനിരകളിൽ വൻ തീപിടുത്തം. മക്ക റീജിയൻ കീഴിലെ തായിഫ് ഗവേണേറ്റിലെ അമദ് മലനിരകളിലാണ് തീപിടുത്തമുണ്ടായത്. പ്രദേശത്തെ നിരവധി മരങ്ങൾ ഉൾപ്പെടെയാണ് ഇതോടെ അഗ്നിക്കിരയായത്. വിവരമറിഞ്ഞ് തായിഫിൽ നിന്നുള്ള ഡിഫൻസ് സംഘമാണ് തീ അണച്ചത്. മക്ക മലനിരകളിൽ തീപിടുത്തമുണ്ടായതിന്റെ ദൃശ്യങ്ങൾ മക്ക റീജിയണൽ അതോറിറ്റി തന്നെയാണ് പിന്നീട് ട്വീറ്റ് ചെയ്തത്. കോവിഡ് മൂലം സൗദി എയർലൈൻസ് നിർത്തിവെച്ച അന്താരാഷ്ട്ര സർവീസുകൾ ഒക്ടോബർ 1 മുതൽ പുനരാരംഭിച്ചേക്കുമെന്ന് സൂചന. ഒക്ടോബറിൽ വളരെ കുറച്ച് രാജ്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 18 വിമാനത്താവളങ്ങളിലേക്കായിരിക്കും സർവീസുകൾ നടത്തുക. ശേഷം ഘട്ടം ഘട്ടമായി മറ്റു രാജ്യങ്ങളിലെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്കും സർവീസ് നടത്തും. കുവൈറ്റ് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ള 800 പ്രവാസികൾക്ക് രാജ്യത്ത് മടങ്ങി വരാൻ അനുമതി. ഇങ്ങനെ എത്തുന്നവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ താമസിപ്പിക്കുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോവിഡ് സംബന്ധമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സുപ്രീം കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. മടങ്ങി വരുന്നവർ സ്വന്തം ചിലവിലോ തൊഴിലുടമകളുടെ ചിലവിലോ ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് റിപ്പോർട്ടുകൾ. മടങ്ങാൻ ആഗ്രഹിക്കുന്ന 600ഓളം പ്രവാസികളുടെ കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകും.